ഏവർക്കും നമസ്കാരം. ആദിത്യ ഹൃദയ സ്തോത്രം ശ്ലോകം 23. ഏഷ സുപ്തേഷു ജാഗർത്തി ഭൂതേഷു പരിനിഷ്ഠിത ഏഷ ചൈവാഗ്നിഹോത്രം ച ഫലം ചൈവാഗ്നിഹോത്രിണാം. ആദിത്യൻ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. എല്ലാം ഉറങ്ങുമ്പോഴും ആദിത്യൻ ഉണർന്നിരിക്കുന്നു. മാത്രമല്ല, ആദിത്യൻ അഗ്നിഹോത്രമാണ്, അഗ്നിഹോത്രികൾക്കുള്ള ഫലദാതാവുമാണ്. ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥകളെക്കുറിച്ച് നമുക്കറിയാം. സുഷുപ്തി അവസ്ഥയിൽ നാം ഗാഢനിദ്രയിലാകുന്നു. അപ്പോൾ നാം ചുറ്റുപാടുകളെ അറിയുന്നേയില്ല. നാം ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. എന്നാൽ അപ്പോഴും നാം നന്നായി ഉറങ്ങി എന്ന അനുഭവം ഉണരുമ്പോൾ നാം അറിയുന്നുണ്ട്. ശൂന്യതയുടെ അല്ലെങ്കിൽ നിറവിൻ്റെ ഈ സുഖത്തെ അറിഞ്ഞ ഒരു ബോധം നമ്മിലുണ്ട്. അത് ഉറങ്ങുകയുണ്ടായില്ല, ഉണർന്നു തന്നെ ഇരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും ഉണർവിലും ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന ഈ ബോധമാകുന്നു ആദിത്യൻ. സർവകോശങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ക്രമപ്പെടുത്തി പുതിയ പ്രഭാതത്തിലേക്ക് നമ്മെ സജ്ജമാക്കിയെടുക്കുന്നു. ഈ ആദിത്യൻ അഗ്നിഹോത്രമാണ്. സനാതനധർമ്മപ്രകാരം ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് അഗ്നിഹോത്രം. ഗാർഹപത്യാഗ്നി, ആഹവനീയാഗ്നി, അന്വാഹാരാഗ്നി എന്നിങ്ങനെ അഗ്നികൾ 3 വിധമാണ്. ത്രേത എന്നാണ് ഇവയ്ക്ക് പേര്. ഈ അഗ്നിയെ ആധാനം ചെയ്യുന്നവരാണ് അഗ്നിഹോത്രികൾ. ഇതിൻ്റെ ഏറ്റവും ലളിതമായ രൂപമാണ് ഉദയാസ്തമയങ്ങളിലുള്ള ദേവയജ്ഞം. ഉദയത്തിൽ സൂര്യായ സ്വാഹ സൂര്യായ ഇദം ന മമ, പ്രജാപതയെ സ്വാഹ പ്രജാപതയെ ഇദം ന മമ എന്ന് ജപിച്ചു. അസ്തമയത്തിൽ അഗ്നയെ സ്വാഹ അഗ്നയെ ഇദം ന മമ, പ്രജാപതയെ സ്വാഹ പ്രജാപതയെ ഇദം ന മമ എന്ന് ജപിച്ചു. അഗ്നിയിലേക്ക് ഹവിസ്സു പകരുന്ന പ്രക്രിയയാണിത്. ഈ അഗ്നിഹോത്രം ആദിത്യനാണ്. മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ഈ നിത്യാനുഷ്ഠാനത്തിൽ അഗ്നിഹോത്രിക്ക് ലബ്ധമാകുന്ന എല്ലാ ഫലങ്ങളും സൂര്യൻ തന്നെയാകുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആദിത്യൻ നിറഞ്ഞു നിൽക്കുന്നു. ജീവനിലും ആദിത്യനാണ് ഉള്ളത്. ബോധമാകുന്നത്, വെളിച്ചമാകുന്നത്, ഊർജ്ജരേണുക്കളാകുന്നത്, അഗ്നിയാകുന്നത്, അങ്ങനെയെല്ലാം ആദിത്യൻ